ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു സർവേ റിപ്പോർട്ടാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രസിദ്ധീകരിച്ച ഒരു സർവേ റിപ്പോർട്ട് 2019-20 സർവേ ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, ദേശീയ കുടുംബാരോഗ്യ സർവേ. ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ ജനന സമയത്തുള്ള ലിംഗാനുപാതത്തിൽ പെൺകുട്ടികളുടെ എണ്ണത്തിൽ 1047 നിന്ന് 951 കുറഞ്ഞിരിക്കുകയാണ്. അപ്പോ ജനന സമയത്തുള്ള ലിംഗാനുപാതത്തിൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 951. സ്ത്രീ പുരുഷ അനുപാതത്തിൽ കഴിഞ്ഞ സർവേ പ്രകാരം 1049 ആയിരുന്നെങ്കിൽ പുതിയ സർവേ പ്രകാരം അതിലൊരു വർധന ഉണ്ടായിരിക്കുകയാണ്. 1121:1000 പുതിയ സ്ത്രീ പുരുഷാനുപാതം. അതുപോലെ തന്നെ നവജാത ശിശു മരണനിരക്ക് ഈ സർവേ പ്രകാരം 3.4 കേരളത്തിലെ. പഴയ റിപ്പോർട്ട് പ്രകാരം 4.4 ആയിരുന്നു, പുതിയത് 3.4 കുറഞ്ഞിരിക്കുകയാണ്. അപ്പോ ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം ജനന സമയത്തുള്ള ലിംഗാനുപാതത്തിൽ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? 951. അതുപോലെ തന്നെ സ്ത്രീ പുരുഷാനുപാതം 1121:1000. അതുപോലെ നവജാത ശിശുക്കളുടെ മരണനിരക്കിൽ കുറവുണ്ടായിരിക്കുകയാണ്. 4.4 നിന്നും 3.4 അത് കുറഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ഡോക്ടർ ഹർഷവർദ്ധനാണ്. അതുപോലെ തന്നെ സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ആരാണ്? ശ്രീമതി കെ ശൈലജ ടീച്ചറാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുരസ്കാരമാണ്. മലയാറ്റൂർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ 14ാമത് മലയാറ്റൂർ അവാർഡിന് അർഹനായിരിക്കുന്നത് ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. അപ്പോ മലയാറ്റൂർ സ്മാരക സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ആരാണ്? ഡോക്ടർ ജോർജ് ഓണക്കൂറാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയായ ഹൃദയരാഗങ്ങൾ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് മലയാറ്റൂർ സ്മാരക പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ശ്രദ്ധേയരായ എഴുത്തുകാർക്കുള്ള മലയാറ്റൂർ പ്രൈസ് 2020 ലഭിച്ചിരിക്കുന്നത് അമ്മയുള്ളതിനാൽ എന്ന കവിതാ സമാഹാരത്തിന് ഈ സന്ധ്യയ്ക്കാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്ന ഒരു വിയോഗമാണ്. 2020 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാഹിത്യകാരനാണ് ശ്രീ UA ഖാദർ. ചിത്രകല അതുപോലെ തന്നെ പത്രപ്രവർത്തനം എന്നീ മേഖലകളിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് ശ്രീ UA ഖാദർ. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതിയാണ് തൃക്കോട്ടൂർ പെരുമ. ഈ കൃതിക്ക് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും അതുപോലെ തന്നെ അദ്ദേഹത്തിന് 2009 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ ലഭിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് അഘോര ശിവം, അതുപോലെ കഥ പോലെ ജീവിതം, കൃഷ്ണമണിയിലെ തീനാളം, കലശം, അതുപോലെ പൂമര തളിരുകൾ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട കൃതികളെല്ലാം ഓർമ്മിച്ചു വച്ചേക്കുക. അപ്പോൾ 2020 ഡിസംബറിൽ അന്തരിച്ച മലയാള സാഹിത്യകാരനാണ് ശ്രീ UA ഖാദർ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് 2020 ഡിസംബറിൽ ISRO ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹം കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് ആണ് CMS-01 എന്നുള്ളത്. അപ്പോൾ 2020 ഡിസംബറിൽ ISRO വിക്ഷേപിക്കുന്ന വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-1. വിക്ഷേപണം നടക്കുന്നത് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ തന്നെയാണ്. വിക്ഷേപണ വാഹനം PSLV C-50 ആണ്. അപ്പോൾ ഈ വിക്ഷേപണ വാഹനവും അതുപോലെ തന്നെ ഉപഗ്രഹത്തിന്റെ പേരും ഒന്ന് ഓർമ്മിച്ചു വച്ചേക്കുക. ISROയുടെ ആസ്ഥാനം നമുക്കറിയാം, എവിടെയാണത്? ബംഗളൂരുവിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മഹാരാഷ്ട്ര സംസ്ഥാനത്തെ പറ്റിയാണ്. സർക്കാർ ജീവനക്കാർക്ക് ഡ്രസ് കോഡ് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് ഓഫീസുകളിൽ ടീഷർട്ടും അതുപോലെ തന്നെ ജീൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് കർശനമായി വിലക്കിയിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. അവർക്കൊരു ഡ്രസ് കോഡ് ആരംഭിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച ഒരു ഡിജിറ്റൽ സംവിധാനമാണ് മഹാശരത് പോർട്ടൽ എന്നുള്ളത്. അപ്പോൾ സംസ്ഥാനത്തെ സാമൂഹ്യനീതി മന്ത്രാലയമാണ് ഇങ്ങനെ ഒരു പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. അംഗവൈകല്യമുള്ളവർക്കായിട്ട് അവർക്ക് ഉപകരണങ്ങൾ സൌജന്യമായി ലഭ്യമാക്കുന്നതിനായിട്ട് ആരംഭിച്ച ഒരു ഡിജിറ്റൽ സംവിധാനമാണ് മഹാശരത് പോർട്ടൽ എന്നുള്ളത്. അപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് എവിടെയാണ്? മഹാരാഷ്ട്ര സംസ്ഥാനത്താണ്. മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണ്? ശ്രീ ഉദ്ധവ് താക്കറെയാണ്. ഗവർണർ ശ്രീ ഭഗത് സിംഗ് കോഷിയാരിയാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വിപണനം ആരംഭിച്ച 5 കിലോ LPG ഗ്യാസ് സിലിണ്ടറിന്റെ ബ്രാൻഡ് നെയിമാണ് ചോട്ടു. അപ്പോൾ ഓർമ്മിച്ച് വെച്ചേക്കുക, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വിപണനം ആരംഭിച്ച 5 kg LPG ഗ്യാസ് സിലിണ്ടറിന്റെ പേരാണ് ചോട്ടു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ആസ്ഥാനം നമുക്കറിയാം ന്യൂഡൽഹിയിലാണ്. നിലവിലെ ചെയർമാൻ ശ്രീകാന്ത് മാധവ് വൈദ്യയാണ്. അപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വിപണനം ആരംഭിച്ച 5 കിലോ LPG ഗ്യാസ് സിലിണ്ടറിന്റെ ബ്രാൻഡ് നെയിം ചോട്ടു എന്നാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അസം സ്വദേശിയും അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകനുമായ ശ്രീ ജാദവ് പായങ്ങിനെ പറ്റിയാണ്. ഇദ്ദേഹം അറിയപ്പെടുന്ന പേര് ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നാണ്. അപ്പോൾ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ ജാദവ് പായങ്. 2020 ഡിസംബറിൽ മെക്സിക്കോയിൽ അഫോറസ്ട്രേഷൻ നടത്തുന്നതിനായിട്ട്, വനവൽക്കരണം നടത്തുന്നതിനായിട്ട് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായ ഫണ്ടേഷ്യൻ ആസ്റ്റക്കയുമായിട്ട് ധാരണയിലായിരിക്കുകയാണ് ശ്രീ ജാദവ് പായങ്. അപ്പോൾ മെക്സിക്കോയിൽ
വനവൽക്കരണം നടത്തുന്നതിന് ഫണ്ടേഷ്യൻ ആസ്തക്കയുമായിട്ട് ധാരണയിലായ ഫോറസ്റ്റ് മാൻ ഓഫ് ഇന്ത്യയാണ് ശ്രീ ജാദവ് പായങ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേണൽ പ്രതിപാൽ സിംഗിനെ പറ്റിയാണ്. 2020 ഡിസംബറിൽ 100ാം ജന്മദിനം ആഘോഷിച്ച ഇന്ത്യയുടെ കരസേനയിലും അതുപോലെ തന്നെ നാവികസേനയിലും വായുസേനയിലും സേവനമനുഷ്ഠിച്ചിട്ടുള്ള ഏക ഇന്ത്യക്കാരനാണ് കേണൽ പ്രതിപാൽ സിംഗ്. അപ്പോ ഇന്ത്യയുടെ കരസേനയിലും നാവികസേനയിലും വായുസേനയിലും സേവനമനുഷ്ഠിച്ച ഏക ഇന്ത്യക്കാരനാണ് കേണൽ പ്രതിപാൽ സിംഗ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് പണ്ഡിതനായ സീനി വിശ്വനാഥനെ പറ്റിയാണ്. വിഖ്യാത തമിഴ് കവിയായ മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന ഭാരതി അവാർഡിന് അർഹനായ വ്യക്തിയാണ് ശ്രീ സീനി വിശ്വനാഥൻ. അപ്പോ 2020 ഭാരതി അവാർഡ് മഹാകവി സുബ്രഹ്മണ്യ ഭാരതിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് വിതരണം ചെയ്യുന്ന ഭാരതി അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? സീനി വിശ്വനാഥനാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബോളിവുഡ് താരം സോനു സൂദിനെ പറ്റിയാണ്. അദ്ദേഹം ഒരു സംരംഭം ആരംഭിച്ചിരിക്കുകയാണ്. അതിന്റെ പേര് ഖുദ് കമാവോ ഘർ ചലാവോ എന്നാണ്. അപ്പോ കോവിഡ് കാരണം ജീവിത വരുമാനം നഷ്ടപ്പെട്ടവർക്ക് ഈ റിക്ഷോസ് വിതരണം ചെയ്യുന്നതിന് അവർക്ക് അത് ലഭ്യമാക്കുന്നതിനായിട്ട് പ്രശസ്ത ബോളിവുഡ് താരം സോനു സൂദ് ആരംഭിക്കുന്ന സംരംഭമാണ് ഖുദ് കമാവോ ഘർ ചലാവോ എന്നുള്ളത്. അപ്പോ ഇത് ഓർമ്മിച്ചു വച്ചേക്കുക. ഖുദ് കമാവോ ഘർ ചലാവോ എന്ന സംരംഭം ആരംഭിച്ചിരിക്കുന്നത് ബോളിവുഡ് താരം സോനു സൂദാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ബ്രിട്ടീഷ് ദിനപത്രമായ ഈസ്റ്റേൺ ആയി പ്രസിദ്ധീകരിച്ച 50 ഏഷ്യൻ സെലിബ്രിറ്റീസ് ഇൻ ദ വേൾഡ് ലിസ്റ്റിൽ ഏറ്റവും മുന്നിലെത്തിയ താരമാണ് സോനു സൂദ്. അതുപോലെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ഐ ആം നോ മിസിയ എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് ഓർമ്മിച്ച് വെച്ചേക്കുക. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ 100ാമത് ജന്മവാർഷികമാണ് 2020 ബംഗ്ലാദേശ് സർക്കാർ ആഘോഷിക്കുന്നത്. അപ്പോ 2020-21 വർഷം മുജീബ് വർഷമായിട്ടാണ് അവർ ആചരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് യുനെസ്കോ അദ്ദേഹത്തിന്റെ പേരിൽ ക്രിയേറ്റീവ് എക്കോണമി മേഖലയിൽ നൽകുന്ന പുരസ്കാരത്തിന്റെ പേരാണ് യുനെസ്കോ ബംഗ്ലാദേശ് ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ഇന്റർനാഷണൽ പ്രൈസ് ഇൻ ദ ഫീൽഡ് ഓഫ് ക്രിയേറ്റീവ് എക്കോണമി എന്നുള്ളത്. അപ്പോ ഈ പുരസ്കാരത്തിന്റെ പേരൊന്ന് ഓർമ്മിച്ചു വെച്ചേക്കുക. ആരുടെ പേരിലാണ് വിതരണം ചെയ്യുന്നത്? ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പേരിൽ യുനെസ്കോ ക്രിയേറ്റീവ് എക്കോണമി മേഖലയിൽ നൽകുന്ന പുരസ്കാരമാണ് ഇത്. യുനെസ്കോയുടെ ആസ്ഥാനം നമുക്കറിയാം ഫ്രാൻസിലെ പാരീസ് ആണ്. നിലവിലെ ഡയറക്ടർ ജനറൽ ഓഡ്രെ അസോളയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ന്യൂസ് ആണ്. അതിലൊന്നാണ് 2022 അണ്ടർ-19 മെൻസ് വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം വെസ്റ്റ് ഇൻഡീസ് ആണ്. അതുപോലെ 2023 മെൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ഇന്ത്യയാണ്. നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ 2022 വിമൻസ് ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയാകുന്ന രാജ്യം ന്യൂസിലൻഡ് ആണ്. 2021 മെൻസ് T20 വേൾഡ് കപ്പ് നടക്കുന്നത് ഇന്ത്യയിലാണ്. 2022 മെൻസ് T20 വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നെതർലൻഡ്സിന്റെ ഫോർമുല 1 കാർ റേസ് താരമായ മാക്സ് വെർസ്റ്റാപ്പനെ പറ്റിയാണ്. 2020 ഡിസംബറിൽ നടന്ന അബുദാബി ഗ്രാൻഡ് പ്രിക്സ് കിരീടം നേടിയിരിക്കുകയാണ് മാക്സ് വെർസ്റ്റാപ്പൻ. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഷൂട്ടിംഗ് താരം യാഷ് വർദ്ധനെ പറ്റിയാണ്. അദ്ദേഹം 2020 ഡിസംബറിൽ ഇന്റർനാഷണൽ ഓൺലൈൻ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ ജേതാവായിരിക്കുകയാണ്. അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത് ഫിൻലൻഡിലെ ഹെൽസിംകി ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഫ്ലോർ ബോർഡ് ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് വീണ്ടും നിയമിതനായിരിക്കുകയാണ് തോമസ് എറിക്സൺ. അപ്പോ ഇന്റർനാഷണൽ ഫ്ലോർ ബോർഡ് ഫെഡറേഷന്റെ പ്രസിഡന്റായിട്ട് വീണ്ടും നിയമിതനായിരിക്കുന്നത് ആരാണ്? തോമസ് എറിക്സൺ ആണ്. ഇനി 1-2 വിയോഗങ്ങളാണ്. അതിലൊന്നാണ് 2020 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ദക്ഷിണ കൊറിയൻ സിനിമാ സംവിധായകനാണ് കിം കി ഡുക്. ഇന്ത്യൻ സിനിമാ മേഖലയ്ക്കും അതുപോലെ തന്നെ ഏറെ പ്രത്യേകിച്ച് മലയാള സിനിമയ്ക്കും ഏറെ പ്രിയപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് കിം കി ഡുക്. അപ്പോ 2020 ഡിസംബറിൽ അന്തരിച്ച വിഖ്യാത ദക്ഷിണ കൊറിയൻ സിനിമാ സംവിധായകനാണ് കിം കി ഡുക്. അതുപോലെ തന്നെ 2020 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത സംസ്കൃത പണ്ഡിതനാണ് വിദ്യാവചസ്പതി ബനാഞ്ചെ ഗോവിന്ദാചാര്യ. ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ ആണ്. 2020 ഡിസംബറിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് വിതരണം ചെയ്യുന്ന രാമാനുജൻ പ്രൈസ് ഫോർ യങ് മാത്തമാറ്റീഷ്യൻസ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്തിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കണ്ട് പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് ശരത് പവാർ റൂറൽ പ്രോസ്പെരിറ്റി സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണെന്നുള്ളത്.
അപ്പോൾ മുൻ കൃഷി മന്ത്രിയായ ശ്രീ ശരത് പവാറിന്റെ പേരിൽ ശരത് പവാർ റൂറൽ പ്രോസ്പെരിറ്റി സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകളാണ്. ടാലന്റ് അക്കാഡമിയുടെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെയും ബൈ ബൈ ആൻഡ് താങ്ക് യു.